ഹായ് മക്കളെ, എല്ലാവർക്കും വിങ്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ബഹുത് ദിനോം കെ ബാദ് എന്നുള്ള ഒരു കവിതയായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ബൂഡി കാക്കി എന്നുള്ള ഒരു ചെറിയൊരു ശാസ്തിയാണ്. ശാസ്തി എന്ന് പറഞ്ഞാൽ ബ്ലർബാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ബ്ലർബ് എന്താ? ബ്ലർബ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബുക്ക് ഉണ്ടാവും, ആ ബുക്കിന്റെ ബാക്കിൽ ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുക്കും, അതിനാണ് ബ്ലർബ് എന്ന് പറയാട്ടാ. ഓക്കെ, അപ്പോൾ നമുക്ക് ബൂഡി കാക്കി നോക്കാം. ഉണ്ടോ, ഇവിടെ ഒരു വയസ്സായിട്ടുള്ള ഒരു അമ്മൂമ്മയുണ്ട്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോണേ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ചാപ്റ്റർ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ബൂഡി കാക്കി കഹാനി എഴുതിയിട്ടുള്ളത് ആരാ? നമ്മുടെ പ്രേംചന്ദ് ആണ് കേട്ടോ കഹാനി എഴുതിയിട്ടുള്ളത്. നിർദ്ദേശക്, ഇത് ഫിലിം ആക്കിയിട്ട് സംവിധായകൻ ആരാണ്? ഗുൽസാർ ആണ്. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. കഹാനി എഴുതിയത് പ്രേംചന്ദ് ആണ്, സിനിമ സംവിധായകൻ ചെയ്തത് ഗുൽസാർ ആണ്. ഓക്കെ, നോക്കാം. आधुनिक हिंदी साहित्य के कालजयी कथाकार प्रेमचंद की एक मार्मिक कहानी है बूढ़ी काकी. ഈ ബൂഡി കാക്കി എന്ന് വെച്ചാല് വയസ്സായ ചെറിയമ്മ എന്നാണ് അർത്ഥം. വയസ്സായ ചെറിയമ്മ. ഓക്കെ, ബൂഡി കാക്കി എന്ന് വെച്ചാല് വയസ്സായ ചെറിയമ്മ എന്നാണ് അർത്ഥം. ആധുനിക ഹിന്ദി സാഹിത്യക്ക് കാലജയീ കഥാകാർ. ആധുനിക അതായത് ഇപ്പോ ആധുനികമായിട്ടുള്ള ഹിന്ദി സാഹിത്യത്തിലെ കാലജയീ കഥാകാർ എന്ന് പറഞ്ഞാല് കാലത്തിന് അതീതമായ കഥാകാരനാണ് ആര്? നമ്മുടെ പ്രേംചന്ദ്. ആ പ്രേംചന്ദിന്റെ പ്രധാനപ്പെട്ട മാർമിക കഹാനി എന്ന് പറഞ്ഞാല് ഹൃദയസ്പർശി ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള കവിതയല്ല കഹാനിയാണ് ഏത്? ബൂഡി കാക്കി. ഓക്കെ, ആധുനിക ഹിന്ദി സാഹിത്യके कालजयी कथाकार प्रेमचंद की एक मार्मिक कहानी है बूढ़ी काकी. എന്താ? ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട കാലത്തിന് അതീതമായി സഞ്ചരിക്കുന്ന ഒരു എഴുത്തുകാരനായിട്ടുള്ള പ്രേംചന്ദിന്റെ പ്രധാനപ്പെട്ട ഒരു കഹാനിയാണ് എന്ത്? ബൂഡി കാക്കി, വയസ്സായിട്ടുള്ള ചെറിയമ്മ. ഓക്കെ, मानवीय करुणा की भावना से ओतप्रोत इस कहानी में बूढ़ापे की समस्या को प्रस्तुत किया गया है. മാൻവീയ കരുണ എന്താ? മനുഷ്യന്റെ ഇമോഷൻസ് അല്ലെ, മനുഷ്യന് കരുണ അങ്ങനെയുള്ള കുറെ ഇമോഷൻസ് ഇല്ലേ, അതാണ് ഈ കഹാനിയിൽ പറയണത്. മാൻവീയ കരുണ की भावना से ओतप्रोत इस कहानी में बूढ़ापे की समस्या. ബൂഡാപ്പെ എന്ന് പറഞ്ഞാല് വൃദ്ധജനങ്ങളുടെ പ്രശ്നങ്ങൾ. വൃദ്ധജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഈ കഹാനിയിൽ എന്ത് ചെയ്യണത്? പറയണത്. ഓക്കെ, मानवीय करुणा की भावना से ओतप्रोत इस कहानी में बूढ़ापे की समस्या को प्रस्तुत किया गया है. ഈ കഹാനിയില് വൃദ്ധജനങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. वृद्धजनों की ज्यादा संबंधी लेने के बाद उनकी उपेक्षा करने वाले सामाजिक याथार्थ्य की ओर कहानी इशारा करती है. ജായദാദ് സംബന്ധി എന്ന് പറഞ്ഞാല് മുഴുവൻ സ്വത്തുക്കളും, സ്വത്താണ് കേട്ടോ, സ്വത്ത്. വൃദ്ധജനങ്ങളുടെ മുഴുവൻ സ്വത്തുക്കളും കിട്ടിയതിനു ശേഷം, ലേനേക്കെ ബാദ് എന്ന് പറഞ്ഞാല് കിട്ടിയതിനു ശേഷം, വൃദ്ധജനങ്ങളുടെ മുഴുവൻ സ്വത്തുക്കളും കിട്ടിയതിനു ശേഷം എന്ത് ചെയ്യും? ഉപേക്ഷ കർണേവാലെ, അവരെന്ത് ചെയ്യും? ഉപേക്ഷിക്കും അല്ലെ. വൃദ്ധജനങ്ങളുടെ മുഴുവൻ സ്വത്തുക്കളും കിട്ടിയതിന് ശേഷം അവരെ ഉപേക്ഷിക്കും. അങ്ങനെയാണ് ഇപ്പോ ഇവിടെ നടന്നു പോകുന്നതെന്നാണ് പറയണേ. സാമാജിക യാഥാർത്ഥ്യമാണ് ഈ കവിതയിൽ പറയണത്. ശരിക്കും ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് ലേഖകൻ പറയുന്നത്. ഓക്കെ, കഹാനി ഇഷാര കർത്തി ഹെ എന്ന് പറഞ്ഞാല് ചൂണ്ടിക്കാണിക്കുന്നു. ഇഷാര എന്താ? ചൂണ്ടിക്കാണിക്കുന്നു എന്നാണ് അർത്ഥം. ओके, अब എന്താണ്? वृद्धजनों की जायदाद संबंधी लेने के बाद उनकी उपेक्षा करने वाले सामाजिक याथार्थ की
और कहानी इशारा करती है. വൃദ്ധജനങ്ങളുടെ മുഴുവൻ സമ്പത്തും എടുത്തതിന് ശേഷം എന്ത് ചെയ്യും? അവരെ ഉപേക്ഷിക്കുന്ന ഈ സാമാജിക ലോകത്തിന്റെ ഇപ്പൊ ഉള്ള ഈ ലോകത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ചിത്രമാണ് എന്ത് ചെയ്യുന്നത്? കവി ചൂണ്ടിക്കാണിക്കുന്നത്, ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇഷാര കർത്തി എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുക. നെക്സ്റ്റ് നോക്കാട്ടോ. ബൂഢി കാക്കി കോ വിധവാ ഹുയെ 5 വർഷ ഹോ ചുക്കേ ഹെ. എന്താ? നമ്മുടെ ബൂഢി കാക്കി വിധവയാണ്. വിധവ, ഭർത്താവില്ല ബൂഢി കാക്കിക്ക്. എത്ര വർഷമായിട്ട്? 5 വർഷമായിട്ട്. കണ്ട, 5 വർഷം. 5 വർഷമായിട്ട് ബൂഢി കാക്കിക്ക് ഭർത്താവ് ഇല്ല, വിധവയാണ് ബൂഢി കാക്കി. ഉസ്കെ ജവാൻ ബേഠെ കി ഭി അകാൽ മൃത്യു ഹുയി. അവർക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു, പക്ഷെ മകൻ അകാലത്തിൽ തന്നെ മരിച്ചുപോയി. ചെറുപ്പത്തിലെ തന്നെ എന്ത് ചെയ്തു? മരണപ്പെട്ടു പോയിട്ടോ. ഇസ് സംസാർ മേ ബൂഢി കോ അപ്ന കഹനെ വാല കോയി നഹി. ഈ സംസാർ എന്ന് പറഞ്ഞാല് ഈ സമൂഹം അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്നാണ് അർത്ഥാക്കണേ. ഈ ലോകത്ത് ബൂഢി കാക്കിക്ക് ആരുമില്ല. ഈ ലോകത്ത് ബൂഢി കാക്കിക്ക് വേറെ ആരുമില്ല. നമ്മുടെ വയസ്സായിട്ടുള്ള ചെറിയമ്മയ്ക്ക് ഈ ലോകത്ത് വേറെ ആരും തന്നെ ഇല്ല. ഭർത്താവ് മരിച്ചുപോയി, മകനാണെന്നുണ്ടെങ്കിൽ മകനും മരിച്ചുപോയി, അല്ലെ? അങ്ങനെയാണ്. കാക്കി അപ്പനി സാരി സംബന്ധി ഭതീജെ കെ നാം കർവാക്കർ. ഭതീജെ, ഭതീജെ ആരാണ്? काकी अपनी सारी संबंधी भतीजे के नाम करवाकर उसके साथ रहती थी. കാക്കി എന്ത് ചെയ്തു? അവരുടെ മുഴുവൻ സമ്പത്തും, സാരി സമ്പത്തി എന്ന് പറഞ്ഞാല് മുഴുവൻ സമ്പത്തും ആർക്ക് എഴുതി കൊടുത്തു? ഭതീജയ്ക്ക് എഴുതി കൊടുത്തു. ഭതീജ ആരാണ്? ഭതീജ എന്ന് പറഞ്ഞാല് നമ്മുടെ കാക്കിയുടെ സഹോദരന്റെ പുത്രനാണ് ഭതീജ, മരുമകൻ. ഓക്കെ, ഭതീജ ആരാണ്? സഹോദരപുത്രൻ. അതാണ് അർത്ഥം, സഹോദരപുത്രൻ. അപ്പോ കാക്കി അവരുടെ മുഴുവൻ സ്വത്തുക്കളും സഹോദരപുത്രന്റെ പേരിൽ എഴുതി വെച്ചിട്ട് അവരുടെ കൂടെയാണ് ഇപ്പൊ താമസിക്കണേ. സാത്ത് രഹിതീതി, അവരുടെ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? താമസിക്കുന്നത്. इंसान के लिए इंसान के लालच की कोई सीमा नहीं होती. बुद्धिराम और रूबा अपनी काकी के प्रति तब तक बहुत अच्छे रहते हैं जब तक कि वह उन्हें अपनी सारी संपत्ति उपहार में नहीं देती है. उपहार എന്ന് പറഞ്ഞാൽ സമ്മാനം, സമ്മാനം. അതായത് ബുദ്ധിറാമാണ് കാക്കിയുടെ സഹോദരപുത്രൻ. ബുദ്ധിറാമിന്റെ വൈഫാണ് രൂപ. ഇവർക്ക് രണ്ടുപേരുടെ പേരിലാണ് നമ്മുടെ കാക്കി എന്ത് ചെയ്ത് എഴുതി വെച്ചു കൊടുത്തത്? കാക്കിയുടെ മുഴുവൻ സ്വത്തുക്കളും എഴുതി വെച്ചു കൊടുത്തത് ബുദ്ധിറാമിന്റെ പേരിലും രൂപയുടെ പേരിലാണ്. അപ്പോൾ ഇത് എഴുതി വെച്ച് കൊടുക്കുന്നത് വരെ ബുദ്ധിറാമിനും രൂപയ്ക്കും കാക്കിനോട് ഭയങ്കര സ്നേഹമായിരുന്നു എന്നാണ് പറയണേ. ഓക്കെ, ഇത് അവർക്ക് സമ്മാനമായിട്ട് എഴുതി വെച്ച് കൊടുക്കുന്നത് വരെ ബുദ്ധിറാമിനും രൂപയ്ക്കും കാക്കിയുടെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു. वे लोग बात बात पर बूढ़ी काकी का अपमान और तिरस्कार करते थे. അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? ഇവർ രണ്ടുപേരും നമ്മുടെ ബൂഢി കാക്കിനെ ഒരുപാട് അപമാനിക്കുകയും അതുപോലെ തന്നെ തിരസ്കരിക്കുകയും ചെയ്തു. തിരസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അധികം മൈൻഡ് ചെയ്യാണ്ട് അവരെ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്ത് വിടുക, ആ രീതിയിൽ. ചില സമയത്തൊന്നും ഭക്ഷണം പോലും കൊടുക്കാറില്ല. അതെ, ബർപേട്ട് ഭോജൻ സെബി വഹ് വഞ്ചിതി. ബർപേട്ട് എന്ന് പറഞ്ഞാൽ വയറു നിറയെന്നാണ്. വയറ് നിറച്ച് ഫുഡ് പോലും നമ്മുടെ കാക്കിക്ക് ഇവര് കൊടുക്കാറില്ല എന്നാ പറയണേ ചില സമയങ്ങളിലൊക്കെ. ജോ റിഷ്തേ ദിലി ബുനിയാദ് പർ ടീക്കെ ഹോത്തെ ഹേ വേ റിഷ്തേ ഹി ഖതം ഹോ ജാത്തെ ഹേ. എന്താ, ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഇല്ലാതാവുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് ലേഖകൻ പറയുന്നത്. ചോട്ടി ലഡ്കി ലാഡ്ലി. ഇവർക്ക് ഒരു മകളുണ്ട്, മകളുടെ പേരാണ് ലാഡ്ലി. ആർക്ക്? ബുദ്ധിറാമിനും രൂപയ്ക്കും ഒരു മകളുണ്ട്, അതിന്റെ പേരാണ് ലാഡ്ലി. ലാഡ്ലി പരിവാർ में एकमात्र ऐसी है जो उस गरीब आत्मा की देखभाल करती है.
നമ്മുടെ ലാഡ്ലി എന്ന് പറയുന്ന ഒരു കുഞ്ഞിക്കുട്ടി ബുദ്ധിറാമിന്റെയും രൂപയുടെയും കുട്ടിയാണ്. അവർക്ക് മാത്രമാണ് നമ്മുടെ കാക്കീനോട് ആ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഒരു വ്യക്തി. ആർക്കാണ്? ലാഡ്ലിക്കാണ് കാക്കിയുടെ അടുത്ത് സ്നേഹമുള്ള ഒരേ ഒരാൾ ട്ടാ, ലാഡ്ലിയാണ്. मुंशी प्रेमचंद की अविस्मरणीय कहानी पर गुलजार की സംവേദനശീൽ ഓർ മാർമിക ലഘു ഫിലിം ആണ് ഇത് എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. പ്രേംചന്ദ് എഴുതിയിട്ടുള്ള നല്ല അവിസ്മരണീയമായിട്ടുള്ള കഹാനി ആയിട്ടുള്ള നമ്മുടെ ബൂഡി കാക്കി ഗുൽസാർ സംവിധാനം ചെയ്തു അല്ലേ. മാർമിക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹേർട്ട് ടച്ചിങ്, ഭയങ്കര ഹൃദയസ്പർശിയായിട്ടുള്ള സിനിമയാക്കി മാറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഇത് അവസാനിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ഫിലിം കെ മുഖ്യ പാത്ര കോൺ കോൺ ഹേ? ഈ സിനിമയിലുള്ള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ബൂഡിക്കാക്കി. ബൂഡിക്കാക്കി അല്ലേ ആദ്യത്തെ കഥാപാത്രം, മെയിൻ ക്യാരക്ടർ ബൂഡിക്കാക്കിയാണ്. പിന്നെ ആരാണ്? ലാഡ്ലി. അതാരാ ലാഡ്ലി? നമ്മുടെ ബുദ്ധിറാമിന്റെയും രൂപയുടെയും മകളാണ് ലാഡ്ലി. പിന്നെ ബുദ്ധിറാം ഉണ്ട്, രൂപയുണ്ട്. ബുദ്ധിറാം ആരാണ്? ബുദ്ധിറാമും രൂപ ആരാ? നമ്മുടെ ബൂഡി കാക്കിയുടെ സഹോദരന്റെ പുത്രനാണ് ബുദ്ധിറാം. ബുദ്ധിറാമിന്റെ വൈഫാണ് രൂപ. അവരുടെ മകളാണ് ലാഡ്ലി. ഓക്കെ, ഇത് പഠിച്ചു വെക്കാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിലിം കിസി സമസ്യാക്കി ഓർ സങ്കേത കർത്തി ഹെ? സമസ്യ എന്ന് പറഞ്ഞാല് എന്താണ് ഇതിൽ പറയണേന്ന്, എന്താണ് ഇതിൽ പ്രതിപാദിക്കുന്നത്? ഈ സിനിമയിൽ എന്താണ് പറയുന്നത്? വൃദ്ധജനോം കി ഉപേക്ഷ കർണേ വാലി ആധുനിക സമാജ്. ഇപ്പോൾ ഉള്ള ലോകത്ത് കുറെ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? വൃദ്ധജനങ്ങളെ ഉപേക്ഷിക്കാറുണ്ട്, ഓൾഡ് ഏജ് ഹോമിലൊക്കെ കൊണ്ടുവന്നാക്കും. അതിനെ പറ്റിയിട്ടാണ് ലേഖകൻ ഇതിൽ പറഞ്ഞിട്ടുള്ളതെന്നാണ് പറയണത്, ഈ ഫിലിമിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലഘുകഥ കിസ്നെ ലിഖ? ലഘുകഥ അല്ല, മൂൽകഥ കിസ്നെ ലിഖ? മൂൽകഥ എഴുതിയത് ആരാണ്? പ്രേംചന്ദ് ആണ് കഹാനി എഴുതിയത് കേട്ടോ. നിർദ്ദേശക ആരാണ്? ഗുൽസാർ ആണ്. ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഥ എഴുതിയത് പ്രേംചന്ദ് ആണ്, ഫിലിം സംവിധായകൻ ചെയ്തത് ഗുൽസാർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൂഡി കാക്കിക്ക് യുവപുത്ര കോ ക്യാ ഹുവാ? ബൂഡി കാക്കിക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകൻ എന്താണ് പറ്റിയത്? അകാലത്തിൽ തന്നെ മരിച്ചുപോയി അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? അതെ, അകാൽ മേ മൃത്യു ഹുയി. അകാലത്തിൽ മരിച്ചുപോയി, നേരത്തെ തന്നെ മരിച്ചുപോയി. नेक्स्ट क्वेश्चन, बुद्धिराम और रूबा बूढ़ी काकी के साथ कैसे व्यवहार करते हैं? നമ്മുടെ ബുദ്ധിറാമും രൂപയും എങ്ങനെയാണ് അവരുടെ അടുത്ത് പെരുമാറിയിരുന്നത്? ആരുടെ അടുത്ത്? നമ്മുടെ ബൂഡി കാക്കിയുടെ അടുത്ത് പെരുമാറിയിരുന്നത്. എങ്ങനെയാണ് പെരുമാറിയിരുന്നത്? ഈ സ്വത്തൊക്കെ കിട്ടിയതിന് ശേഷം वे लोग बात बात पर बूढ़ी काकी का अपमान और तिरस्कार करते അല്ലേ? അപമാനം അല്ലെങ്കിൽ അപമാനിക്കുകയും ചെയ്തു, അതുപോലെ തന്നെ നമ്മുടെ ബൂഡി കാക്കിനെ തിരസ്കരിക്കുകയും ചെയ്തു. അപമാൻ ഓർ തിരസ്കാർ കർത്തെ. നമ്മുടെ ബൂഡി കാക്കിനെ അവരെന്ത് ചെയ്തു? അപമാനിച്ചു, തിരസ്കരിക്കുകയും ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉസ് ഗരീബ് ആത്മാ കി ദേഖ്ഭാൽ കർത്തി ഏകമാത്ര ലഡ്കി കോൻ ഹെ? ഇതിന്റെ ആൻസർ ഇവിടെ ഇതാട്ടാ. ആരാണ് ആ കുടുംബത്തില് നമ്മുടെ ഈ ബൂഡി കാക്കിയുടെ അടുത്ത് സ്നേഹം ഉണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി ആരായിരുന്നു? ലാഡ്ലി ആണല്ലേ. ലാഡ്ലി ഇതിന് ആൻസർ ആണ് ട്ടോ അത്, ലാഡ്ലി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നോക്കാം. किसी मनपसंद किताब पर या फिल्म की शास्ति तैयार करें? നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ ഫിലിം ശാസ്തിയാണ് എഴുതേണ്ടത്. ശാസ്തി എന്താ? ബ്ലർബ്. ഓക്കെ, മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ ബ്ലർബാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. അപ്പൊ എഴുതാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആടുജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ ബ്ലർബാണ് ട്ടോ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ ആടുജീവിതം? അപ്പൊ നമുക്ക് എഴുതാൻ സിമ്പിൾ ആയിരിക്കും, നമുക്ക് അറിയണ ഒരു സിനിമയാണല്ലോ. ഓക്കെ, ഫിലിം കാ നാം ആടുജീവിതം, അങ്ങനെ തന്നെ ഇതാട്ടാ, ആടുജീവിതം. മൂൽകഥ എഴുതിയത് ആരാണ്? ബെന്യാമിനാണ്. ബെന്യാമിനാണ് അല്ലെ കഹാനി എഴുതിയിട്ടുള്ളത്. ആടുജീവിതം എഴുതിയത് ബെന്യാമിനാണ്, നോവൽ എഴുതിയത്. നിർദ്ദേശകൻ സംവിധായകൻ ചെയ്തത് ബ്ലെസ്സിയാണ്. പിന്നെ മുഖ്യ പാത്രം, പ്രധാനപ്പെട്ട കഥാപാത്രം ആരാണ്? നജീബാണ്. നജീബായിട്ട് അഭിനയിച്ചത് പൃഥ്വിരാജ് ആണ് അല്ലേ. നെക്സ്റ്റ്,
यह फिल्म ബെന്യാമിൻ के प्रसिद्ध उपन्यास पर आधारित है. ഈ ഫിലിം എന്താണ്? ബെന്യാമിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നോവലായിട്ടുള്ള ആടുജീവിതം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എഴുതിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. इसमें नजीब नाम के एक गरीब व्यक्ति के जीवन के संघर्ष को दिखाया गया है. ഈ ഫിലിമില് നജീബ് എന്ന് പറയുന്ന ഒരു ഗരീബി വ്യക്തി എന്താ? ഭയങ്കര ദരിദ്രനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പൊ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന സംഘർഷങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഫിലിമില് പറയുന്നതെന്നാണ് പറയണത്. ഓക്കെ. വഹ് നൗകരി കെ ലിയെ വിദേശ് ജാത്താ ഹെ. ഈ വ്യക്തി എന്ത് ചെയ്തു? ഗൾഫിലേക്ക് പോവാണ്. ഇവിടെ കുറെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഗൾഫിലേക്ക് പോവാണ്. അപ്പോൾ ലേക്കിൻ വഹാം ഉസെ रेगिस्तान में भेड़ बकरियां चराने के लिए मजबूर किया जाता है. അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം നിർബന്ധിതനാവാണ്. എന്തിനു വേണ്ടിയിട്ട്? ബക്കറിയ ബേഡ് എന്താ? നമ്മുടെ കന്നുകാലികളെയും അതുപോലെ തന്നെ ആടുകളെയൊക്കെ മേയ്ക്കാനായിട്ട് അദ്ദേഹം നിർബന്ധിതനാവാണ്. ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം അവിടെ ചെന്നിട്ട് ആടുകളെയും കന്നുകാലികളെയൊക്കെ മേയ്ക്കാനായിട്ട് നിർബന്ധിതനാവാണ്. വഹ് കഠിൻ പരിസ്ഥിതിയോ മേം ജി ബി ഉമ്മിദ് നഹി ഹാർത്ത. അപ്പൊ ഈ ഫിലിമിൽ പറയുന്നത് എന്താ? വഹ് കഠിൻ പരിസ്ഥിതിയോ മേം ജി ഉമ്മിദ് നഹി ഹാർത്ത. ഭയങ്കര കഠിനമായിട്ടുള്ള ഒരു പരിസ്ഥിതിയാണല്ലേ. നമ്മൾ ആ സിനിമ കണ്ടാൽ അറിയാൻ പറ്റും, നോവൽ വായിച്ചാലും അറിയാം. എന്താ? അവിടെ ഗൾഫിൽ മരുഭൂമിയിൽ പോയിട്ട് അവിടെയുള്ള ഭയങ്കര കഠിനമായിട്ടുള്ള ജീവിതമാണ് ആ ഫിലിമിൽ കാണിക്കുന്നതെന്നാണ് പറയണത്. ഇത്രേ ഉള്ളൂ ഫിലിം ശാസ്ത്രി, കുറച്ചുള്ളൂ. അപ്പൊ ഇതും എല്ലാവരും പഠിക്കാം കേട്ടോ. ഓക്കെ, ഇനിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പറഞ്ഞത് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, പിന്നെ ഫിലിമിന്റെ ശാസ്ത്രി. ഓക്കെ, ഇതപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. ഓക്കെ, താങ്ക് യു.